My beautiful souls, very good evening. Welcome back to my channel. So, another evening reading with a cup of coffee, but without sugar, black coffee. So, എന്താണ് നിങ്ങൾ ഈ സമയം കേൾക്കേണ്ടത്? ഓൾറൈറ്റ്, സോ എന്തിനാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയത്? എസ്പെഷ്യലി ഗൈസ്, ഇഫ് യു ആർ റിയലി ഫീലിംഗ് ഹാർട്ട് ബ്രോക്കൺ, ലോസ്റ്റ്, കൺഫ്യൂസ്ഡ് ആൻഡ് വെരി അൺമോട്ടിവേറ്റഡ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല, എവിടെ ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ വളരെ ഓവർവെൽംഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഓർ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾ വളരെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഗൈസ്, ദിസ് മെസ്സേജ് ഇസ് ഫോർ യു. ഓൾറൈറ്റ്, സോ ബിഫോർ ദ റീഡിങ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നൊരു മെസ്സേജ്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ, ഗൈസ്, ഈ ഒരു ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യാം. I don't know, this is the strongest message that I am getting for you. Alright. നിങ്ങൾ പുതിയ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഓക്കെ, സോ ഇത് നിങ്ങളൊരു ഡിവൈൻ അഡ്വൈസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഐ ഡോണ്ട് നോ എന്ത് ലാംഗ്വേജാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, എന്ത് ലാംഗ്വേജാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബട്ട് പുതിയൊരു ഭാഷ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല. ഓക്കെ, സോ അത് അത്ര ഒരു ലൈറ്റായിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു മെസ്സേജ് അല്ല. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്താണോ പുതിയൊരു ഭാഷ പഠിക്കേണ്ടത് എന്ന് തോന്നാൻ നിങ്ങൾക്ക് ചില ആളുകൾക്ക്, അല്ലേ? എന്താണ് ഈ പുതിയ ഭാഷ? ഒന്നെങ്കിൽ ശരിക്കും അത് നിങ്ങളൊരു പുതിയ ഭാഷ തന്നെ പ്രിഫർ ചെയ്യുന്നതായിരിക്കാം, ഓക്കെ, പഠിക്കണം എന്നുള്ളതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മെസ്സേജ് എടുക്കേണ്ടത്, നിങ്ങൾ ഈ സിറ്റുവേഷൻ ഒരേ ഭാഷയിൽ തന്നെ ആയിരിക്കാം ഡീൽ ചെയ്യുന്നത്, അല്ലേ? ഒരേ കാര്യം ഒരേ രീതിയിലായിരിക്കാം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്, കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഡീൽ ചെയ്യുന്നത്, റൈറ്റ്? സോ അവിടെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ഡിഫറെൻ്റ് ആയിട്ട് ആക്ട് ചെയ്ത് തുടങ്ങണം, അല്ലേ? ഇതുവരെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഭാഷകൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയണം, അല്ലേ? അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കണം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കണം. സോ എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു ഫേസിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ, അല്ലേ? നമ്മൾ ഒരേ കാര്യം ഒരുപാട് ചെയ്തിട്ട് മാറ്റങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യസ്തമായിട്ടുള്ള വഴികളിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കണം, അല്ലേ? ചില ആളുകൾ നിങ്ങൾ വളരെ അൺമോട്ടിവേറ്റഡ് ആയിട്ട് ഉള്ളൊരു ഫേസിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, നിങ്ങൾക്ക് വളരെ കൺഫ്യൂസ്ഡ് ആണ്, വളരെ ലോസ്റ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു പുതിയ ഭാഷ തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, ഒരു പുതിയ ഭാഷ നിങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തിനോടാണ് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നത്, ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങളൊന്ന് കൂടുതൽ റിസർച്ച് ചെയ്യാൻ ശ്രമിക്കാം. അതൊരു വാക്കായിരിക്കാം, ഒരു സ്കില്ലായിരിക്കാം, എന്താണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത് അതിനെ പറ്റിയിട്ടൊന്ന് നിങ്ങൾ റിസർച്ച് ചെയ്യാം. ഓക്കെ, ആ ഒരു പെയിനിൽ തന്നെ, ആ ഒരു കൺഫ്യൂഷനിൽ തന്നെ, ആ ഒരു ലോസ്റ്റ് സിറ്റുവേഷനിൽ തന്നെ ഒട്ടും മോട്ടിവേഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളത് സാഹചര്യം നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഡീൽ ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഓക്കെ, വൈ? ബിക്കോസ് നിങ്ങൾക്കറിയാം, സ്പെഷ്യലി നിങ്ങളൊരു ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിൽ കൂടിയായിരിക്കാം ഈ സമയം പോകുന്നുണ്ടായിരിക്കാം, അല്ലേ? ചില ആളുകളുമായിട്ട് ചില സ്പെസിഫിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു സെയിം റൊട്ടീൻ, നിങ്ങളുടെ ആ ഒരു സെയിം ആക്ഷൻ, സെയിം വേയിൽ നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്, അത് ഡെഫിനറ്റ്ലി ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ പുതിയൊരു കാര്യം അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, പുതിയ രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം, പുതിയ രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും പഠിക്കണം. ബിക്കോസ് നിങ്ങൾ ആ ഒരു മാറ്റം എടുക്കുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകളിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാത്രം കണക്ട് ചെയ്യേണ്ട കാര്യമല്ല. എന്താണോ നിങ്ങൾ ഈ സമയം ഇമോഷണലി നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ അങ്ങനെ ഡീൽ ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിനോടാണ് നിങ്ങൾ ഇതുപോലെ റെസ്പോണ്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനും പഠിക്കേണ്ടത്. ഓക്കെ, ഒട്ടും റിയാക്ട് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇമോഷൻസ് ഒരുപാട് സപ്രസ് ആക്കി വെക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാൻ പഠിക്കുക. ഇനി ഒരുപാട് റിയാക്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ റിയാക്ഷൻസ് കുറയ്ക്കുക. ഓക്കെ, ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ അങ്ങനെയായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കുകയാണ്, പുതിയൊരു ലിപി അല്ലെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഇതുവരെ ശീലമില്ലാത്ത ഒരു ആക്ഷൻ പഠിക്കുന്നതും പുതിയൊരു കാര്യമാണ്, അല്ലേ? നിങ്ങൾക്ക് ഇതുവരെ ശീലമില്ലാത്ത രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും പഠിക്കുന്നതും പുതിയൊരു കാര്യമാണ്, അല്ലേ? പുതിയൊരു ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും
ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ എന്താണോ നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കി നിങ്ങളുടെ ഈ ഒരു സമയത്ത് ഒരു ഇമോഷണൽ സിറ്റുവേഷൻ എങ്ങനെയാണോ അവിടെ എന്താണോ നിങ്ങൾ പുതുതായിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ബിക്കോസ് ഐ നോ ദാറ്റ് ചില ആളുകൾ നിങ്ങൾ പോകുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകൾ ഇമോഷണൽ സിറ്റുവേഷൻ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് ചില ആളുകൾക്ക് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒരുപാട് ലേൺ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ മാറ്റേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, അതിപ്പോൾ നിങ്ങൾ എന്തൊക്കെ കണക്ഷൻ്റെ ഒരു പേരിൽ നിങ്ങൾ പറയുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഇതുപോലെ വരുത്തുക. പുതിയ രീതിയിൽ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾ മാറ്റേണ്ടത്. ആ ഒരു രീതിയായിരിക്കും നിങ്ങൾ മാറ്റേണ്ടത്. ഓക്കെ, ആ ഒരു ലൂപ്പിൽ തന്നെ കിടക്കാതെ എങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും, എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഡോണ്ട് എക്സ്പെക്ട് പീപ്പിൾ ടു ചേഞ്ച് ദ സിറ്റുവേഷൻ. പുറമേ നിന്നുള്ള വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ നിങ്ങളുടെ ഒരു മാറ്റം എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ഇമോഷൻസിൻ്റെ നിങ്ങളുടെ സാഹചര്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ നിങ്ങൾ എടുത്ത് തുടങ്ങാം. ഓക്കെ, ആൻഡ് എംബ്രേസ് ഒരു പെയിൻ, ടെൻഷൻ ഓർ എന്താണോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുന്നത്, എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ സിറ്റുവേഷൻ തരുന്നത്, അതിൻ്റെ ഒരു ഡെപ്തിലൂടെ തന്നെ നിങ്ങൾ പോവാം. ആ ഒരു വേദന അനുഭവിച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, ബിക്കോസ് അതൊരിക്കലും ചില സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മളെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടല്ല. മേ ബി ആ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാവുന്നത് നമ്മൾ എന്തോ ഒരു കാര്യം അവിടെ വിട്ടു പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതേ ലൂപ്പിൽ തന്നെ കിടക്കുന്നത്. സോ വി നീഡ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്, അല്ലേ? ആൻഡ് അവിടെ പുതിയ അനുഭവങ്ങൾ വരണം, അല്ലേ? അവിടെ നമ്മൾ എടുക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയാലേ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ആൻഡ് അഗെയിൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഓവർ നൈറ്റ് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്കതിൽ ക്ഷമ ഉണ്ടാവണം, സമയം കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിൽ ഒരു കോർ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അത്രയും യൂസ്ഡ് ആയിട്ടുള്ള അത്രയും പഴക്കമുള്ളൊരു ഇമോഷൻസ് ആണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ഒരുപാട് വർഷത്തെ ഒരു റെപ്പിറ്റേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഇമോഷൻ, ടെൻഷൻ, ഓക്കെ, റിലേഷൻഷിപ്പ് പാറ്റേൺ, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഓക്കെ, ഒരു സൈക്കിൾ. നിങ്ങൾക്കറിയാം എന്താണ് അത് എന്നുള്ളത്. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഇമോഷൻസ്, ഇതുപോലുള്ള ഇമോഷൻസ് നിങ്ങളെ ഹേർട്ട് ചെയ്യാനുള്ള ഒരു വെപ്പണായിട്ട് നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ ഒരിക്കൽ സ്നേഹിച്ചതിന്റെ പേരിൽ, നിങ്ങൾ ഒരിക്കൽ ഒരു കാര്യം ആഗ്രഹിച്ചതിന്റെ പേരിൽ അതെപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് നിങ്ങൾ കാണരുത്. ഓക്കെ, മേ ബി ആ ഒരു പാറ്റേൺ ആയിരിക്കാം നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം. ഈവൻ നിങ്ങൾ എത്ര ഇൻറ്റൻസ് ആയിട്ട് കാണുന്ന റിലേഷൻഷിപ്പ് സിറ്റുവേഷനോ ഇമോഷണൽ സിറ്റുവേഷനോ ആയിക്കോട്ടെ, ഈവൻ നിങ്ങൾ എത്ര ഇൻറ്റൻസ് ആയിട്ട് കാണുന്ന പ്രശ്നമായിക്കോട്ടെ, അതെപ്പോഴും നിങ്ങൾ കുറച്ച് ലൈറ്റ് ആയിട്ട് എടുക്കാൻ പഠിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ, ആൻഡ് അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. ചില ആളുകൾ നിങ്ങൾ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ്. ഓക്കെ, സിറ്റുവേഷൻ ആണ്. ഓക്കെ, അത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനി അത് എത്ര വേണമെന്നുണ്ടെങ്കിലും നീട്ടിക്കൊണ്ടുപോകാനും പറ്റും. ചെറിയൊരു കാര്യമായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, പക്ഷെ നിങ്ങൾ വിചാരിക്കുക അതെന്തോ വലിയൊരു കാര്യമാണെന്നുള്ളത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം നിങ്ങൾ കാണേണ്ടതും അതാണ്. അത് നിങ്ങൾ റിലേഷൻഷിപ്പോ ഇമോഷണൽ സിറ്റുവേഷനോ നിങ്ങളുടെ എന്ത് സ്ട്രഗിൾ ആയിക്കോട്ടെ, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, നിങ്ങൾ അത് അത്രയും ലഘുവായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും നിസ്സാരമായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് അത് നിങ്ങൾ എത്രമാത്രം അത് വലുതായിട്ട് കാണുന്നോ അതിന് അത്രയും വലുതാവാനുള്ള ഒരു സ്പേസ് ആണ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റേ സ്ട്രോങ്. ഈ സമയം നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾ ഈ സമയം ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസിനോടും നിങ്ങളുടെ സിറ്റുവേഷനോടുമാണ് അല്ലെങ്കിൽ ആ ഒരു ലോയൽറ്റി കാണിക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ്. ട്രൂത്ത്, സത്യസന്ധത പാലിക്കേണ്ടതും ധൈര്യം കൊടുക്കേണ്ടതും ധൈര്യമായിട്ട് സിറ്റുവേഷൻ ഫീൽ ചെയ്യേണ്ടതും ഫേസ് ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഐ ഡോണ്ട് നോ നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത് എന്നുള്ളത്. ചില ആളുകൾ നിങ്ങൾക്കറിയാം നിങ്ങൾ വളരെ ഒരു ഇമോഷണൽ ഫേസിലൂടെയാണ് പോകുന്നത് എന്നുള്ളത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പെയിൻ ഉണ്ട് നിങ്ങൾക്ക് അവിടെ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായിരിക്കാം ചില ആളുകൾക്ക്. ബട്ട് എംബ്രേസ് ഇറ്റ്. ഓക്കെ,
ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു വേദന ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. സി, ചില ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയാണ്. ഓക്കെ, സോ ആ ഒരു പെയിൻ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, പെയിൻ അവിടെ ഉണ്ടായിക്കോട്ടെ. യെസ്, ഈ സമയം നിങ്ങൾക്കറിയാം എന്തൊക്കെയോ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് എവിടേക്കോ വളരെ ഡീപ്പായിട്ടുള്ള ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഹാർട്ട് ബ്രേക്ക് ചില ആളുകൾക്ക്, റൈറ്റ്? അവർ എന്തോ ഒരു വേദന നിങ്ങൾക്ക് എവിടെയോ ഉണ്ടാവുന്നുണ്ട്, എന്തോ ഒരു കാരണം നിങ്ങൾക്ക് അത്ര ഒരു വേദന തന്നിട്ടുണ്ട്, റൈറ്റ്? ബട്ട് ഗൈസ്, അതൊരിക്കലും നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ബാഡ് സിറ്റുവേഷൻ ആയിട്ടല്ല. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത്രയും ഒരു വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിലും അത്രയും പെയിന് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിലും ഐ ക്യാൻ സ്ട്രോങ്ലി ഫീൽ ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈവൻ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിക്കോട്ടെ. നിങ്ങൾ എന്തുകൊണ്ടാണോ നിങ്ങൾ ഈ ഒരു വേദന നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ക്യാഷോ സിറ്റുവേഷനോ, ബട്ട് അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ കൂടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല ഇനി മുന്നോട്ട് വരുന്ന സമയത്ത്. ഓക്കെ, ബട്ട് ഈ സാഹചര്യം നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഇതേ സൈക്കിളിൽ നിങ്ങൾ എങ്ങനെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾ എന്താണ് ഈ സമയം ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്തും നിങ്ങളുടെ ഇതേ ഒരു പാറ്റേണിലൂടെ തന്നെ ആയിരിക്കും നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യാനും കൂടെ പോകുന്നത്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ചേഞ്ച് ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതുകൊണ്ടാണ് നിങ്ങൾ ഈ സാഹചര്യം ഡീൽ ചെയ്യാൻ പുതിയ ഭാഷ പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ, നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ, അത് ഈവൻ ഇമോഷൻ ആയിരിക്കാം. ഓക്കെ, ഭാഷ എന്ന് പറയുന്നത് ഇത്ര കാലം നിങ്ങൾ യൂസ് ചെയ്ത ഒരു ഇമോഷണൽ പാറ്റേൺ ഉണ്ടായിരിക്കാം അല്ലെ? അവിടെയും ആ ഒരു ചേഞ്ച് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ട്രിഗേർഡ് ആവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഡൗൺ ആവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ? അവിടെ നിങ്ങൾക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പുതിയ കാര്യം തന്നെ പഠിക്കണം അല്ലെ? പുതിയ ഇമോഷൻസ് അപ്ലൈ ചെയ്യണം. ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ? റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അത് നിങ്ങൾ കുറച്ചുകൂടെ ഇഷ്ടത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു പേർപ്പസ് ആയിട്ടാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്. അത് കമ്പാഷൻ ആയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ നിങ്ങൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ല. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു സാഹചര്യം നിങ്ങൾ പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സംഭവിക്കുന്നത്. സോ അത് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ വലിയൊരു പർപ്പസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. ഒരു എന്താണോ ഈ ഒരു കാര്യം, ഈ ഒരു വിഷമം ഉണ്ടാക്കുന്നത്, എന്താണോ ഈ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഈ ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, ലേൺ ഹൗ ടു ഫൊർഗീവ്, ആ ഒരു എംപതി കാണിക്കാം. ഓക്കെ, ആൻഡ് പുതിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവണം, റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു പഴയൊരു വേർഷന് പുതിയൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ പല ആളുകളും റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ടൈമിൽ നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് പാറ്റേൺ ഉണ്ടായിരിക്കാം അല്ലെ? ഒരു സമയത്ത് നിങ്ങൾ കംഫർട്ട് ആക്കിയിട്ടുള്ള ഇമോഷൻസ്, സ്നേഹം ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ആ ഒരു ടൈമിൽ അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബട്ട് ഈ സമയത്ത് ഉണ്ടാവുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എപ്പോഴും മനസ്സിലാക്കുക, ഈവൻ എത്ര നല്ലൊരു സിറ്റുവേഷനോ നല്ല റിലേഷൻഷിപ്പോ ആയിക്കോട്ടെ, ഒരു സമയത്ത് അത് എങ്ങനെ നിന്നോ അങ്ങനെയല്ല അത് എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നുള്ളത്. ഓക്കെ, അവിടെ മാറ്റങ്ങൾ സംഭവിക്കാം. ആ ഒരു മാറ്റത്തിലും ആ ഒരു മാറ്റം കൊണ്ട് നമ്മൾ ഒരു സമയത്ത് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പോകും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. മേ ബി ഈ അന്ന് അനുഭവിച്ചതിനേക്കാളും ബെസ്റ്റ് ആയിട്ടായിരിക്കാം നിങ്ങൾ ഈ സമയത്തോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുന്ന സമയത്തോ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടാൻ പോകുന്നത്. അത്രയും ബെറ്റർ ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, ബട്ട് ഈ ഒരു സമയത്ത് ലൈഫ് എന്താണോ നിങ്ങളടുത്ത് ഡീൽ ചെയ്യാൻ പറയുന്നത് അത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ എടുക്കുക. അത് ധൈര്യമായിട്ട് തന്നെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. Okay, exactly. Questioning past actions and current decisions. സോ പ്രോബബ്ലി നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നത് ഒരു സമയത്ത് എങ്ങനെയായിരുന്നോ ഉണ്ടായിട്ടുള്ളത് ചില കാര്യങ്ങൾ, അങ്ങനെയല്ല ഇപ്പോൾ ഉണ്ടാവുന്നത്. ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ശ്രമം നിങ്ങൾക്ക് വേണ്ട ഒരു റിസൾട്ട് തന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ സമയത്ത് ആ ഒരു ശ്രമത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് തരാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അവിടെ മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ആൻഡ് സമയം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ചില കാര്യത്തിന്. നിങ്ങൾ വളരെ ഡിസപ്പോയിന്റഡ് ആവുന്നത് നിങ്ങൾ ഒരു സമയത്ത് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല അവിടെ. ഈവൻ നിങ്ങൾ അതേ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്തും അതേ രീതിയിൽ സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും ഗൈസ്, ദാറ്റ് ഈസ് വൈ നിങ്ങൾ അവിടെ പുതിയ കാര്യങ്ങൾ പഠിക്കണം.
പുതിയ രീതിയിൽ നിങ്ങൾ അവിടെ സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ കൂടെ പഠിക്കണം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു സമയത്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ടാണ്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത്. ബാക്കി എല്ലാവരും നിങ്ങൾ ആരൊക്കെയാണോ നിങ്ങൾ ഈ സമയത്ത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും മാറി മാറിയായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക ചില ആളുകളുടെ ലൈഫ് സിറ്റുവേഷൻസിൽ, അല്ലെ? സോ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രസന്റ് മാത്രമേ നിങ്ങളുടെ ലൈഫിൽ തോന്നുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ ചേരാത്ത ആളുകൾ വീണ്ടും നിങ്ങൾ ചേർക്കാൻ ശ്രമിക്കരുത്. ഈ സമയത്ത് ചേരാത്ത കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ചില ആളുകൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില ആളുകളുണ്ട്, അല്ലെ? മേ ബി നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ കുട്ടികളായിരിക്കാം, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, റൈറ്റ്? നിങ്ങളുടെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരിക്കണം, പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഇതുപോലത്തെ ആളുകളും ഉണ്ടായിരിക്കണം. അവരാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് നിൽക്കുന്നതാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവുന്നുണ്ട്. ആരായിക്കോട്ടെ, ഒറ്റയ്ക്കോ ഇങ്ങനെ ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവരെയാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടെ ചേർക്കേണ്ടത്. ഓക്കെ, അവരുടെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. അവരാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, അവരാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലാത്തൊരു പ്ലേസിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ അടുത്തുനിന്നോ സാഹചര്യത്തിനോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഈവൻ വാട്ട് ഐ ക്യാൻ ഫീൽ ഇസ്, ഈ സമയത്ത് നിങ്ങൾക്ക് ചില ആളുകൾ വളരെ സന്തോഷമായിട്ടായിരിക്കാം കണക്ട് ചെയ്യുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് വിഷമത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ പോലും ഐ ക്യാൻ ഫീൽ ചില കാര്യങ്ങൾ അവിടെ പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. മേ ബി നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം, ബട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇന്ന് നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കണം ഒരു കാര്യത്തെ പറ്റി. ഓക്കെ, മേ ബി ഐ ഡോണ്ട് നോ ഹൂ നീഡ്സ് ടു ഹിയർ ദിസ് ഗൈസ്. what I can see that, what I can feel that, എന്താണോ നിങ്ങൾ ഈ സമയത്ത് ആലോചിച്ചിട്ട്, ആരെ പറ്റിയിട്ടാണോ നിങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നത്, മേ ബി അവരുടെ ഒരു ലൈഫിന്റെ പെർഫെക്റ്റ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ആൻഡ് വി കാൻ ബ്ലെയിം പീപ്പിൾ ഫോർ ദാറ്റ്, അല്ലേ? ഇപ്പം അവർക്ക് അവരുടെ ലൈഫിൽ അതാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നതെങ്കിൽ, അവർക്ക് അവരുടെ ലൈഫിൽ അതാണ് അവരെ സന്തോഷിപ്പിക്കുന്നതായിട്ട് തോന്നുന്നതെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൂ നീഡ്സ് ടു ഹിയർ ദിസ്. ഓക്കെ, ബിക്കോസ് ഐ ക്യാൻ സീ ദാറ്റ് ചില ആളുകൾ നിങ്ങൾ ഇമോഷൻസിന്റെ പേരിൽ, നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫീലിങ്സിന്റെ പേരിൽ, ചില കണക്ഷൻസിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടായിരിക്കണം. സോ പ്രോബബ്ലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല നിങ്ങൾ ചില ഫീലിങ്സ് മ്യൂച്വലി ആണോ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഓക്കെ നിങ്ങളുടേത് മാത്രമാണ് ആ ഒരു ഫീലിങ്സ് എന്നുള്ളത്. ചില സമയത്ത് തോന്നും നിങ്ങൾക്ക് മ്യൂച്വലി ആണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ചില സമയത്ത് നിങ്ങൾക്ക് അവരുടെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കാം, ചില സമയത്ത് അവരുടെ പ്രസൻസ് ഉണ്ടാവില്ല. മേ ബി ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കുക. മേ ബി ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ബട്ട് ഐ ഹാവ് ടു ടെൽ ദാറ്റ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഈ സമയത്ത് എന്തിനാണോ വിഷമിക്കുന്നത് അത് മറ്റാരുടെ ഒരു സന്തോഷം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ, ആ വ്യക്തി അവരുടേതായിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കാം, അവര് ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി പോകുന്നുണ്ടായിരിക്കണം. അത് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഗൈസ്, മനസ്സിലാക്കുക നിങ്ങൾ അത് ആക്ച്വലി പെർഫെക്റ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. ഈവൻ അത് നിങ്ങൾ ഈ സമയം ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ. ഓക്കെ, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ്. ഈ സമയത്ത് അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. കാലത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ മാറ്റങ്ങൾ സംഭവിക്കാം. ഓക്കെ, മേ ബി ഇന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില ഇമോഷൻസ് നിങ്ങൾക്കറിയാം വളരെ റൂട്ടഡ് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അത്രയും ജെന്യൂൻലി തോന്നുന്നതാണ്. ചില കണക്ഷൻസ്, ചില ഇമോഷൻസ്, ചിലരോട് തോന്നുന്ന ഒരു ഇഷ്ടം, ചിലരോട് തോന്നുന്ന ചില ഫീലിങ്സ്. ബട്ട് ഈ സമയം ഇന്ന് നിങ്ങൾ അവര് നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലെങ്കിലും അവർ ഓക്കെ ആണ്, അവർ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാതെ റിയൽ ആണ്. ഓക്കെ, സോ അത് ഈ സമയത്ത് അവർ കണക്ട് ചെയ്യേണ്ടതോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലായിരിക്കും അങ്ങനെ പോകുന്നുണ്ടായിരിക്കുക. റിലേറ്റ്, ഐ ഡോണ്ട് നോ ഹു നീഡ്സ് ടു ഹിയർ ദിസ്. ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്യാം. ദാറ്റ് ഡസന്റ് മീൻസ് നാളെ ഇങ്ങനെ തന്നെ ആവുന്നുള്ളത്. നാളെ മാറ്റങ്ങൾ സംഭവിക്കാം. മേ ബി ഇന്ന് അവരുടെ ഒരു പെർഫെക്റ്റ് സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കുക. ബട്ട് നാളെ ആയിരിക്കാം അവർക്ക് ചില കാര്യങ്ങൾ കുറച്ചുകൂടെ റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുക. ഇന്ന് അവര് ഈ കാര്യമായിരിക്കാം ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക.
മേ ബി നാളെ ആയിരിക്കാം അവർ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം. യു ഗോട്ട് ഇറ്റ് ഗൈസ്? സോ ഇന്ന് നിങ്ങൾ എന്താണോ കണ്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നത്, എന്താണോ നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്നത്, എന്താണോ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത്, എന്താണോ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്, ഇന്ന് അങ്ങനെയാണ് അത്. പക്ഷേ നാളെ സിറ്റുവേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഓക്കെ, സോ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ ഡീപ്പ് ഡൗൺ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഒരു ജെന്യൂൻ ഫീലിങ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചില കാര്യത്തിനോട് ഒരു ജെന്യൂൻ ഫീലിങ്സ് ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് എക്സ്റ്റേണലി പല ബുദ്ധിമുട്ട് കാണുന്ന സമയത്തും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം ഇത് എന്തോ ഒരു കാര്യമാണ്, ഇത് എൻ്റെ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നോ, അല്ലെങ്കിൽ ഇതെന്റെ എന്തെങ്കിലും ഒരു ലൈക്ക് ഇതിൽ ഞാൻ വളരെ കണക്റ്റഡ് ആയിട്ട് തോന്നുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിൽ വളരെ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്തോ കാര്യം ആയിക്കോളാം, ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്, ആ ഒരു ഫീലിങ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് എക്സ്റ്റേണലി പോകുന്ന കാര്യങ്ങളുടെ ആ ഒരു ഫ്ലോ നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് ഇങ്ങനെയാണെന്ന് വിചാരിച്ച് നാളെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ഇന്ന് അതില്ല എന്ന് വിചാരിച്ചിട്ട് നാളെ ഉണ്ടാവില്ല എന്നല്ല. ഓക്കെ, അതിനർത്ഥം നിങ്ങൾ ചില കാര്യത്തിൽ നിങ്ങൾ വളരെ സഫോക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ആയിട്ടും പോകണം എന്നുള്ളതുമല്ല. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഷ മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനോ ആളുകളോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പുതിയ ഭാഷ തന്നെ അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലേ? കറക്റ്റ്. നിങ്ങൾ ഒരു ടൈമിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. പക്ഷേ നമ്മള് ഒരു ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല ഇപ്പൊ യൂസ് ചെയ്യുന്നത്, അല്ലെ? പണ്ട് നമ്മൾ അരയ്ക്കാൻ വേണ്ടി അമ്മിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. സോ ചില മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് പണ്ട് നടന്നു പോയതിനെ പറ്റിയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് ഇന്ന് നടക്കുന്നതിനെ പറ്റിയിട്ട് നാളെയും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇന്നത്തേത് ഇന്ന് മാത്രമാണ്, ഇന്നത്തെ പ്രശ്നം ഇന്ന് മാത്രമാണ്, ഇന്ന് നിങ്ങൾ കണ്ടു വിഷമിക്കുന്നത് ഇന്ന് മാത്രമാണ്, ഇന്ന് നിങ്ങൾക്ക് ഉള്ളത് ഇന്ന് മാത്രമാണ്. നാളെ എന്ത് മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കാം. ഐ നോ ദിസ് ഇസ് വെരി ഇന്റൻസ്. മേ ബി എൻ്റെ ഈ റീഡിങ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് ഐ റിയലി ഡോണ്ട് നോ ചില കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ബിക്കോസ് മൾട്ടിപ്പിൾ സിറ്റുവേഷൻ എനിക്ക് നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബട്ട് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുക, എവിടേക്ക് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യണം, എവിടേക്ക് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾ അങ്ങനെ എടുക്കാം. ഓക്കെ, ആൻഡ് ചില പ്ലേസിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ഒരുപാട് കാണിക്കാതിരിക്കാതാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഒരു വൃക്ഷം വളരുന്ന കാര്യം അത് എല്ലാവരും അറിയിച്ചിട്ടല്ല കാണിക്കുക, അല്ലേ? അതിൻ്റെ റൂട്ട് വളരെ സെക്രഡ് ആയിട്ട്, വളരെ സെൻസിറ്റീവ് ആയിട്ട്, വളരെ രഹസ്യമായിട്ടാണ് അത് മണ്ണിനടിയിൽ നടക്കുന്നത്, അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ വേദന, നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഒരാളെയും കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതൊരു മിസ്റ്റീരിയസ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഗൈസ് റിയലി വോണ്ട് ടു ടെൽ ദിസ്. എന്താണോ നിങ്ങൾ ഇന്ന് ആലോചിച്ച് വിഷമിക്കുന്നത്, അത് ഇന്നത്തെ ഏറ്റവും പെർഫെക്റ്റ് മൊമെന്റ് ആണ്. ഓക്കെ, ഐ ഡോണ്ട് നോ, ചില ആളുകൾ നിങ്ങൾ മറ്റുള്ള ആളുകളെ പറ്റി ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് നോക്കുന്ന സമയത്ത് മേ ബി നിങ്ങളില്ലാണ്ട് അവർ വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം, വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ വേറെ ആരുടെയും കൂടെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. യെസ്, അത് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് വാട്ട് എവർ ദാറ്റ് ഇസ് ദ പെർഫെക്റ്റ് മൊമെന്റ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും മേ ബി അവരുടെ ലൈഫിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത്. യെസ്, നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, നാളെ അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, നാളെ മാറ്റങ്ങൾ സംഭവിക്കാം. ഓക്കെ, ഇന്ന് നിങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതുമല്ല. നാളെ ആയിരിക്കാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. അതിനർത്ഥം നിങ്ങൾ നാളെ വരെ ഇങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കണം എന്നുള്ളതുമല്ല. ഈ ഒരു സാഹചര്യം എന്ത് പറഞ്ഞാലാണ്, എന്ത് ചെയ്താലാണ് അതിന് മനസ്സിലാവുക, അതിന് നിങ്ങളെ ഡീൽ ചെയ്യാൻ പറ്റുക, അതിന് നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുക, അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. നിങ്ങളെടുത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡീൽ ചെയ്യുന്ന സിറ്റുവേഷനോടാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷ അവിടെ യൂസ് ചെയ്യുക, അതാണ് പുതിയ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഐ നോ ഇറ്റ് വാസ് വെരി ലോങ്, മേ ബി വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള
വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ബട്ട് ദിസ് ഇസ് ഫോർ യു, റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ.